ഹായ്, ഇന്നേക്ക് വൈഫ് ദോശ ഉണ്ടാക്കാൻ പോകട്ടോ. അതിനകത്ത് ചമ്മന്തി അരയ്ക്കാനായിട്ട് ഉഴുന്ന്, സബോള, തക്കാളി, മുളക്, പച്ചമുളക്, പിന്നെ തേങ്ങയും അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് വെച്ച് ചമ്മന്തി അരയ്ക്കാൻ പോണ്. ഉഴുന്ന് കുറച്ച് വണക്കിയെടുത്തിട്ട് അതിൻ്റെ കൂടെ തേങ്ങ ഇടുക, സബോള ഇട്ട് കുറച്ച് ഉപ്പ് ഇടുക കേട്ടോ വണങ്ങാനായിട്ട്. എന്നിട്ട് തക്കാളി നല്ല വണക്കിയെടുത്തിട്ട് തേങ്ങയിട്ട് വണക്കിയിട്ട് മിക്സിയിലിട്ട് അടിച്ച ചമ്മന്തി റെഡിയായിട്ടാ. ഇനിയൊരു ചമ്മന്തി ഏതാണെന്ന് അറിയുമോ? അത് നിലക്കടല ചമ്മന്തിയാണ് കേട്ടോ. രണ്ടും ഇന്നേക്ക് നോക്കുകയാണ്. ഇഡ്ഡലിക്കും ദോശയ്ക്കും ഇതാണ് കേട്ടോ ഇവിടെ അയക്കണത്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ദോശനേക്കാളും ഇഡ്ഡലിക്ക് സൂപ്പറാണ് ചമ്മന്തി. വറമുളക് ഇട്ട് അടിച്ചാലും സൂപ്പറായിരിക്കും. ചെത്തും തോപ്പിൻ്റെ അവിടെയും ഞങ്ങളെയൊക്കെ കിട വീട്ടിന് വിളിച്ചിട്ടുണ്ട് കേട്ടോ. ആട് വീട്ട് അവിടെ ഇറച്ചി കഴിക്കാൻ പോയിരിക്കുകയാണ്. ഇപ്പോൾ എവിടെ പറഞ്ഞാൽ കമ്പാലത്തറ ഡാമിൻ്റെ അരികത്താണ് കേട്ടോ. വെള്ളമൊക്കെ അടുത്തുണ്ട്. ഞങ്ങൾ കഴിക്കണത് വെള്ളത്തിൻ്റെ അരികത്താണ് കേട്ടോ. പന്തിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. എല്ലാവരും കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താ സൂപ്പറാണ് കേട്ടോ അവിടെ ഇരുന്ന് കഴിക്കാൻ കാറ്റത്ത്. പിന്നെ സ്പെഷ്യൽ എന്താണെന്ന് പറഞ്ഞാൽ മട്ടൻ ചാറും ചിക്കൻ ഗ്രേവി, ചോറ്, ഇതൊക്കെയാണ് സ്പെഷ്യൽ കേട്ടോ. നിങ്ങളിതുപോലെ കട വീട്ടിനൊക്കെ പോയിട്ടുണ്ടാ പറയണം. കഴിച്ച് വീട്ടിൽ വരുമ്പോണ്ടല്ലോ വൈഫിന് എന്ത് വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ ഒരു പാർസൽ വാങ്ങിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. കുറേ ദിവസം വൈഫ് ചോദിച്ചിരുന്നതാണ്, എനിക്ക് വാങ്ങിക്കാറുണ്ട് വാങ്ങിച്ചു വന്നത്. ഇതാണ് പറഞ്ഞാൽ കേക്കാണ് കേട്ടോ. പീസ് കേക്ക് വാങ്ങിച്ചാണ് കേട്ടോ. 30 രൂപയാണ്. പിന്നെ വലിയ മീൻ ഉണ്ടായപ്പോൾ വലിയമ്മയ്ക്ക് ഒന്ന് കൊടുത്തു കേട്ടോ. വൈകിട്ട് അപ്പോൾ വന്നിട്ട് കഴിക്കാൻ പറഞ്ഞു വൈഫ്. എന്നാലും പകുതി ഒന്ന് ടേസ്റ്റ് നോക്കാൻ പറഞ്ഞിട്ട് ടേസ്റ്റ് നോക്കുകയാണ്. അമ്മയ്ക്കും അപ്പുവിനൊക്കെ ഇനിയും ഉണ്ട് കേട്ടോ. ഞങ്ങൾ കുറച്ച് കഴിച്ചോളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളിതുപോലെയൊക്കെ വീട്ടിൽ കേക്കൊക്കെ വാങ്ങിച്ചു വരുവാൻ കമൻറ്റ് ചെയ്യുക.